കൊച്ചി വൈപ്പിനിൽ വനിതാ ഓട്ടോ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം. വൈപ്പിൻ സ്വദേശി ജയയ്ക്കാണ് മർദ്ദനമേറ്റത്. ഓട്ടോ വിളിച്ചുകൊണ്ടുപോയ ശേഷം മർദ്ദിക്കുകയായിരുന്നു. നാട്ടുകാരാണ് പോലീസിൽ വിവരമറിയിച്ചത്. വിവരങ്ങളുമായി ആസിഫ് ചേരുന്നുണ്ട്. നമുക്കിപ്പം ആസിഫ്, എന്താണ് സംഭവിച്ചത്? ഇന്നലെ രാത്രിയിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. വൈപ്പിൻ കുഴിപ്പള്ളി ബീച്ചിന് സമീപം പള്ളത്താംകുളങ്ങര ഓട്ടോ സ്റ്റാൻഡിൽ നിന്നാണ് ഇന്നലെ 6 മണിയോട് കൂടിയാണ് ഇവർ ഓട്ടോ വിളിക്കുന്നത്. വൈപ്പിൻ സ്വദേശി ജയയുടെ ഓട്ടോ വിളിക്കുന്നു. അതിനുശേഷം ഇവർ മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നാണ് പറഞ്ഞത്. എറണാകുളം നഗരത്തിൽ ഒരു സ്ഥലത്ത് ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ ഓട്ടോ വിളിച്ച ആളുടെ സുഹൃത്തുക്കൾ ഈ ഒരു ആക്സിഡന്റിൽപ്പെട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. അങ്ങനെ ഈ ഓട്ടോ വിളിച്ച് കുഴിപ്പള്ളി പള്ളത്താംകുളങ്ങര സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ വിളിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് 2 സുഹൃത്തുക്കൾ കൂടി ഈ ഓട്ടോയിലേക്ക് കയറുന്നു. അതിനുശേഷം ഇവർ 3 പേരും ഒരുമിച്ചാണ് പിന്നീട് ഈ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുന്നത്. അത് മെഡിക്കൽ കോളേജ് ഭാഗത്ത് എത്തി തിരിച്ച് വന്നതിന് ശേഷം ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഭാഗത്തിറക്കം എത്തിയതിന് ശേഷമാണ് പിന്നീട് തിരിച്ച് കുഴിപ്പള്ളിയിലേക്ക് എത്തുന്നത്. കുഴിപ്പള്ളിയിലേക്ക് തിരിച്ചെത്തി ഏകദേശം ഒരു 10 മണിയോളം സമയമായി എന്നാണ് പറഞ്ഞത്. ഈ ഒരു സമയത്ത് ഇവർ വാഹനം മറ്റൊരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്, ഇവർ വന്ന ബൈക്ക് മറ്റൊരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുറക്കുന്നു. ആ ഒരു സമയത്ത് ആണ് ഈ ഓട്ടോയിലുണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് വന്ന് ഈ വനിതാ ഓട്ടോ ഡ്രൈവറുടെ മുഖം പൊത്തിപ്പിടിക്കുകയും പിന്നീട് ഇവർ 3 പേർ ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ക്രൂരമായ ഒരു മർദ്ദനമാണ് ഉണ്ടായത്. അതിനുശേഷം ഈ മർദ്ദനമേറ്റ ഈ ജയ അവിടെ റോഡ് സൈഡിൽ കിടക്കുന്നത് കണ്ട നാട്ടുകാരാണ് പിന്നീട് ഇവരെ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് എത്തിയ സമയത്ത് ഇവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ വളരെ ക്രൂരമായ രീതിയിലുള്ള മർദ്ദനമാണ് ഇന്നലെ ഏറ്റിരുന്നതെന്നാണ് ജയയുടെ ബന്ധുക്കളടക്കമുള്ളവർ അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇവരിപ്പോൾ അത്യാഹിത വിഭാഗത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും നമുക്ക് ജയയുടെ സഹോദരിയുടെ ഒരു പ്രതികരണത്തിലേക്ക് കൂടി പോകാം. ഇന്നലെ എത്ര മണിക്കാണ് പോയതെന്നാണ് ചേച്ചി അറിഞ്ഞത്? 6 മണിക്കാണ് പോയത്. ഓട്ടം വിളിച്ചിട്ട് പോയി. തിരിച്ച് വന്നപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അത് പല സ്ഥലത്തും അങ്ങനെ മനഃപൂർവ്വം വൈകിച്ചെന്നാണ് എനിക്ക് പറയണത്. എന്താണ് ജയയോട് സംസാരിച്ചിരുന്നോ? അപ്പോൾ എന്താണ് പറഞ്ഞത് ശരിക്കും? ഓട്ടോ വിളിച്ചിട്ട് ഏത് ഭാഗത്തേക്കാണ് ആദ്യം പോയത്, പിന്നീട് എന്താണ് സംഭവിച്ചത്? മെഡിക്കൽ കോളേജിലേക്ക് എന്നാണ് പറഞ്ഞത്. അങ്ങനെ പോണ വഴിക്ക് ദേവസ്വം നടയെന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ നിന്ന് 2 പേരും കൂടി കയറിയെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കുറച്ച് നേരം അവിടെ ഒരു ബിയറിൻ്റെ ഒരു ഇതുണ്ട്, അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് അത് കഴിഞ്ഞ് ഇടപ്പള്ളിയിലുള്ളൊരു സുഹൃത്തിൻ്റെ നിന്ന് പൈസ വാങ്ങിക്കണം ചേച്ചി, ഞങ്ങൾ പിരിവിട്ടാണ് കൊടുക്കണത്, ഇപ്പോൾ ആക്സിഡൻറ്റ് പറ്റിയ ആൾക്കെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കുറേ നേരം അവിടെ ഇട്ടു. അവർ മനഃപൂർവ്വം വൈകിച്ചെന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നണത്. മെഡിക്കൽ കോളേജിലേക്ക് ശരിക്കും പോയി കളമശ്ശേരിയിലേക്ക് പോയി. എന്നിട്ട് അവിടെ നിന്ന് അനിയത്തി ഹോസ്പിറ്റലിലേക്ക് കയറിയില്ല, അവർ പോയി. കുറേ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വന്ന് ഇവിടെ ബൈക്ക് അവിടെ ഇരിക്കുകയാണ്, ചെറായി ഈ കുഴിപ്പള്ളി ബീച്ചിൻ്റെ അവിടെ ഇരിക്കുകയാണ്. അതെടുക്കണ അവിടം വരെ ഒന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയിട്ട് വേറൊരു ഓട്ടോ വിളിച്ച് കൊടുക്കാനും പറഞ്ഞു. അങ്ങനെയാണ് കൊണ്ടുപോയത് അങ്ങോട്ട്. കുഴിപ്പള്ളി ബീച്ചിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് ഈ ഒരു ആക്രമണം ഉണ്ടായതല്ലേ? അതെന്താണ് ആ ഒരു സമയത്ത് എങ്ങനെയാണ് നടന്നതെന്നാണ് പറഞ്ഞത്? അവരെ വണ്ടി ഈ ഒരു ഭാഗത്ത് വെച്ചെന്ന് പറയും. അപ്പോൾ അവിടെ ചെന്ന് അവിടെയൊക്കെ വണ്ടികളൊന്നും കാണാനുണ്ടായില്ല. അപ്പോൾ കുറച്ചങ്ങോട്ട് പോയപ്പോൾ ഈ ഇരുട്ടുള്ള ഒരു ഭാഗം വന്നപ്പോൾ പറഞ്ഞ് വണ്ടി അവിടെ വെച്ചിരുന്നേന്ന് പറഞ്ഞു. ചേച്ചി വാ നമുക്ക് അവിടെ പോയി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അനിയത്തി പറഞ്ഞു ഞാൻ അങ്ങോട്ട് വന്നില്ല, നിങ്ങൾ പോയി നോക്കിക്കോ, ഞാൻ ഈ റോഡ് സൈഡ് ഉണ്ടാകുന്ന നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ 3 പേരിൽ ഒരാൾ ഓടി വന്നിട്ട് വായ പൊത്തിപ്പിടിച്ച് അപ്പോൾ ബാക്കി 2 പേര് വന്നിട്ട് മുമ്പിട്ട് കുഞ്ചി നിർത്തിയിട്ടാണ് നല്ല ഇടി പിടിച്ച്. ഇപ്പം നട്ടലിന് പൊട്ടലുണ്ട്, MRI സ്കാൻ ചെയ്തിട്ടുണ്ട്, ഇനി സർജറി വേണമെന്ന് അതിൻ്റെ റിസൾട്ട് വന്നിട്ട് പറയാമെന്നാണ് പറയുന്നത്. കൈ ഒടിഞ്ഞിട്ടുണ്ട്, ഈ പക്കവാരിയിൽ ഒടിഞ്ഞിട്ടുണ്ട്, ലങ്സിൻ്റെ അവിടെ ഒരു ലീക്ക് പോലെ ഉണ്ടെന്നാണ് പറയുന്നത്. എൻ്റെ ആസിഫ്, അവരോടൊന്ന് ചോദിക്കും. ആസിഫ്, ഈ ഓട്ടോയിൽ കയറിയ വ്യക്തികൾ ആരാണ്? അവർക്ക് ഈ ജയവുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? ഈ പ്രകോപനം ഒന്നുമില്ലാതെ ഓട്ടോ വിളിച്ചുകൊണ്ട് പോയി മർദ്ദിച്ചു എന്ന് പറയുന്നത് അവർക്ക് തമ്മിൽ എന്തെങ്കിലും അറിവുണ്ടോ? ഈ ആൾക്കാരെ ജയ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് ചോദിക്കാമോ? അവർ വണ്ടിയിൽ കയറിയപ്പോൾ അനിയത്തിനോട് പറഞ്ഞത് ഞങ്ങൾ സൗത്ത് ഉദയ കോളനി ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല, ഉദയ കോളനിയിലുള്ള പിള്ളേരാണെന്നാണ് പറഞ്ഞത്. കുഴിപ്പള്ളി ഭാഗത്ത് ഒന്നും അവരെ ചേച്ചി കണ്ണു ചെയ്തില്ല. കാരണം 10-15 കൊല്ലമായി അവിടെ ഓട്ടോ ഓടിക്കുന്ന ആളാണെങ്കിൽ പോലും അവരെ കണ്ടിട്ടേ ഇല്ല. എല്ലാവരും അറിയണതാണ്, മിക്ക ആൾക്കാരും അറിയണം, പക്ഷെ ഇവരവിടെ കണ്ടിട്ടേ ഇല്ല. അതായത് ഒരു പ്രകോപനവും ഉണ്ടാകാതെ ഇങ്ങനെ ഒരു മർദ്ദനം ഉണ്ടായെന്നാണോ പറയുന്നത്? ബസ്സിന് വന്നിറങ്ങിയിട്ടാണ് ഓട്ടം വിളിച്ചേക്കണത്. അങ്ങനെയാണ്. അതുപോലെ അവിടെ ഒരു ആക്സിഡന്റ് അങ്ങനെ നടന്നിട്ടില്ല, ഇല്ലത്തോടിക്കുന്നു. അതായത് ഇന്നലെ ചേച്ചി ഓട്ടോ പോയി മടങ്ങി വരുന്നു. അതിനുശേഷം അവർ പറയുന്നു ഇന്ന സ്ഥലത്ത് ഞങ്ങളുടെ ബൈക്ക് ഇരിപ്പുണ്ട്, അങ്ങോട്ടൊന്ന് വരണമെന്ന് പറഞ്ഞു. അത് വരില്ല എന്ന് പറഞ്ഞ് നിന്ന സമയത്താണ് ഈ മർദ്ദനം. വേറൊരു തരത്തിലുള്ള പ്രകോപനം ഉണ്ടായിട്ടില്ല അല്ലേ? ഇല്ല,
ശാരീരികമായിട്ട് അങ്ങനെ ഉപദ്രവിക്കുക അങ്ങനെയുള്ള ഇതൊക്കെ ആണെങ്കിൽ പല പൈസ തട്ടിച്ചെടുക്കാനാണെങ്കിൽ പേഴ്സൊന്നും കൊണ്ടുപോയിട്ടില്ല. ഫോൺ തട്ടിപ്പറിച്ചെടുത്തുകൊണ്ട് പോയി അവർ. എന്നുവെച്ചാൽ ആരും വിളിക്കാതിരിക്കാനായിരിക്കുള്ളൂ. ഫോണിപ്പോൾ അവരുടെ അവർ കസ്റ്റഡിയിലാണ്. പിന്നെ നാട്ടുകാരും ആരും ഈ ഒരു ഓട്ടോ വിളിച്ച സമയത്തൊന്നും ഇവരെ തിരിച്ചറിയൊന്നും ചെയ്തിട്ടില്ലെന്നോ അല്ലേ പിള്ളേർ? നാട്ടുകാർ ഇപ്പോൾ ഓടിക്കളഞ്ഞു. ഇത് അവിടെ മണ്ണിൽ കിടക്കിയിരുന്നു, തല്ലുകൊണ്ട് മണ്ണിൽ കിടക്കുന്ന അവർ ഓടി വന്ന് അങ്ങനെ പോലീസിൽ അറിയിച്ച് പോലീസുകാരാണ് കുഴിപ്പള്ളി മെഡിക്കൽ ട്രസ്റ്റിൽ കൊണ്ടുവന്നാക്കിയത്. അതായത് രാത്രി ഒരു 10 മണിക്ക് ശേഷമാണ് തിരിച്ചെത്തിയത്. ആ സമയത്താണ് ഈ ഒരു മർദ്ദനം ഉണ്ടായിരുന്നത്. ആ സമയത്ത് ആളുകൾ സ്വാഭാവികമായിട്ട് ബീച്ചിൽ കുറവായിരിക്കുമല്ലോ. ആയിരിക്കുള്ളൂ. കുറേ ഭാഗം ഇരുട്ടൊക്കെ എല്ലാവരും ഉറങ്ങണ സമയമല്ലേ. അവരപ്പം മനഃപൂർവ്വം ആ സമയം വരെ ആക്കിയതെന്നാണ് തോന്നുന്നത്. പോലീസ് അന്വേഷണം എന്തെങ്കിലും പറഞ്ഞോ? അന്വേഷിച്ചിട്ട് വന്ന് രാവിലെ വന്ന് മൊഴിയെടുത്തുകൊണ്ട് ഉടനെ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ആളെ തിരിച്ചറിഞ്ഞതുമായി ബന്ധപ്പെട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല. ഇവർ പോണ വഴിക്ക് പ്രഭൂസ് എന്ന് പറഞ്ഞ തിയേറ്ററിൻ്റെ അടുത്ത് ഒരു പമ്പിൽ കയറി ഡീസൽ അടിച്ചിട്ടുണ്ട് വണ്ടിയിൽ. അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴും അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പരിശോധിച്ചാൽ കാണാം. പിന്നെ ഓട്ടം വിളിക്കാൻ വന്ന ആളെ അവിടെയുള്ള ഉണ്ണിയൻ്റെ കമ്പനി എന്ന് പറഞ്ഞാൽ അവിടുത്തെ കടയിൽ CCTV നോക്കിയാൽ അറിയാം. മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. 3 പേര് മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾ ഇവിടുന്ന് മാസ്ക് വെച്ചിട്ടാണ് ആളാണ് വന്ന് വിളിച്ചുകൊണ്ട് പോയേക്കണത്. ഇവർ കയറിയ സമയത്ത് മദ്യപിച്ചിരുന്നു എന്നൊരു സംശയം പറഞ്ഞു. അങ്ങനെ ഉണ്ടായിരുന്നോ? ഈ രാത്രി എൻ്റെ കൂട്ടുകാരത്തി വീട്ടിലുണ്ട്. അത് വിളിച്ചപ്പോൾ പറഞ്ഞ് ഇവർ കുടിച്ചിട്ടുണ്ട്. അനിയത്തിനോട് ഇപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൂട്ടുകാരിക്ക് കേൾക്കാൻ അനിയത്തി പറയണത് ഞാൻ അങ്ങോട്ട് വന്നില്ല, നിങ്ങൾ പോയി നോക്കുന്നു. ചേച്ചി ഏത് സമയത്താണ് ഈ സംഭവം അറിഞ്ഞ്? ഞാൻ 1:30 അപ്പോൾ ഓട്ടോ സ്റ്റാൻഡിൽ കൊച്ച് വിളിച്ച ആശുപത്രിയിലേക്ക് എത്തിച്ചല്ലേ? ഇളയച്ചൻ്റെ എല്ലാ പോലീസുകാർ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇളയച്ചൻ്റെ വീട്ടിലേക്കാണ് അവർ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ അതെന്നെ ഒരു 1:30 ഇപ്പോൾ വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അത് കഴിഞ്ഞാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലേ? ഇല്ല, ആസ്പത്രിയിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് അവരെന്നെ വിളിച്ചത്. ഇപ്പം ഡോക്ടർമാരെന്താണ് പറഞ്ഞത്? MRI സ്കാൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് പറയാനാണ് പറഞ്ഞേക്കണം. സിധു, ഇത്തരത്തിൽ തന്നെയാണ് ജയയുടെ സഹോദരിയാണ് നമ്മളോട് സംസാരിച്ചത്. ഇന്നലെ 6 മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ കുഴിപ്പള്ളിക്ക് സമീപത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഈ ഒരു ഓട്ടോറിക്ഷ വിളിക്കുകയും അതിനുശേഷം ആ ഓട്ടോറിക്ഷയുമായി ഇവർ ഒരാളാണ് എത്തി ആദ്യം ഓട്ടോറിക്ഷ വിളിക്കുന്നത്. അതിനുശേഷം ഓട്ടോ അല്പം മുമ്പോട്ട് പോയ സമയത്ത് 2 പേർ കൂടി ഒരു ഓട്ടോയിലേക്ക് കയറുന്നു. അതിനുശേഷമാണ് ഇവർ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ഞങ്ങളുടെ സുഹൃത്ത് അവിടെ ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ആശുപത്രിയിൽ വളരെയധികം സമയം ചിലവഴിക്കുന്നുണ്ട്. അതിനുശേഷം തിരിച്ചിറങ്ങി വന്ന് വീണ്ടും ഓട്ടോറിക്ഷയിൽ കയറിയാണ് തിരിച്ച് കുഴിപ്പള്ളി ബീച്ചിന് സമീപത്ത് എത്തുന്നത്. ആ ഒരു സമയത്ത് ആളൊഴിഞ്ഞ ഒരു പ്രദേശത്ത് ഇവർ ഇറക്കിയതിന് ശേഷം ഞങ്ങളുടെ ബൈക്ക് ഇവിടെയായിരുന്നു വെച്ചിരുന്നതെന്ന് പറയുന്നു. എന്നാൽ അവിടെ ബൈക്ക് കാണുന്നില്ല, നമുക്ക് ഒന്ന് മുമ്പിലോട്ട് പോയി നോക്കാമെന്ന് പറയുന്നു. ആ സമയത്ത് ഈ ജയ പറയുന്നുണ്ട്, നിങ്ങൾ പോയി നോക്കിയിട്ട് വരും, ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ആ ഒരു സമയത്താണ് അപ്രതീക്ഷിതമായി ഈ സംഘത്തിലുള്ള ഒരാൾ മുഖം പൊത്തിപ്പിടിക്കുകയും പിന്നീട് 3 പേരും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത് എന്നാണ് ഇപ്പോൾ സഹോദരി അടക്കമുള്ളവർ പറയുന്നത്. സഹോദരി അല്പം മുമ്പ് സഹോദരി മറ്റു കുടുംബാംഗങ്ങളും എല്ലാം എത്തിയിട്ടുണ്ട്. അവർ ജയയോട് സംസാരിച്ച് ജയ പറഞ്ഞ കാര്യങ്ങളാണ് അല്പം നമ്മളോട് ഏതായാലും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും പോലീസ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ 15 വർഷത്തോളമായി ഈ ഒരു പ്രദേശത്ത് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ് ജയ. എന്നാൽ ഈ 3 ആളുകളെയും അതിനു മുമ്പ് ഈ ഒരു പ്രദേശത്തൊന്നും കണ്ടതായി ഓർക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഈ ഒരു ആശുപത്രി കേസാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ ഒരു സമയത്ത് അത്രയും വൈകിയാണെങ്കിൽ പോലും ഈ ഓട്ടോയുമായി പോവുകയും പിന്നീട് അത്ര വൈകി തിരിച്ചെത്താൻ വെയിറ്റ് ചെയ്തതെല്ലാം അത്തരത്തിലൊരു ആശുപത്രി കേസാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്ന് പറയുന്നതിലും വിവിധ സ്ഥലങ്ങളിൽ ഇവർ പല കാരണങ്ങൾ പറഞ്ഞ് ഇത്തരത്തിൽ ഹോൾഡ് ചെയ്താണ് മുന്നോട്ട് പോയത് എന്നുള്ള കാര്യവും എന്തായാലും ജയയുടെ സഹോദരി നമ്മളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാകുന്നുണ്ട്. ഏതായാലും സംഭവത്തിൽ ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി ആസിഫ്, എന്താണെങ്കിലും പോലീസ് അന്വേഷണത്തിൽ മാത്രമേ ഇതിലൊരു വ്യക്തത വരികയുള്ളൂ. കാരണം ഒരു പ്രകോപനവുമില്ലാതെ ഒരു സ്ത്രീയെ 3 പേർ ചേർന്ന് ആക്രമിക്കുന്നു, അതും രാത്രി ഓട്ടം വിളിച്ചിട്ട് പോകുന്നു. അതിനുശേഷം ഈ അറിയാത്ത വ്യക്തികൾ 3 പേർ എന്തിനാണ് ഈ ഒരു സ്ത്രീയെ ആക്രമിച്ചത് എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നു. കവർച്ച അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോകേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട ഒന്നുമല്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു പരിചയമോ വ്യക്തിവിരോധമോ അതെന്തെങ്കിലും ഇവർക്കിടയിലുണ്ടോ എന്നുള്ളൊരു കാര്യവും അറിയേണ്ടിയിരിക്കുന്നു. ഈ ആക്രമിച്ചവർക്ക് മുൻപ് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ, ഇവരാരാണ്, എന്താണ് സംഭവം, എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശം, ഇതൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ ഇതിലൊരു വ്യക്തത വരികയുള്ളൂ. ഇനി ജയയുടെ മൊഴിയും കാത്തിരിക്കുകയാണ്. ജയയുടെ പ്രതികരണം അറിഞ്ഞതിനു ശേഷമാകും കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരിക.